റിയാസിൽ നിന്നും പാകിസ്ഥാൻ അധീന ജമ്മു കാശ്മീരിലേക്കുള്ള ചെനാബ് നദിയുടെ ഒഴുക്ക് ക്രമാതീതമായി കുറച്ചു. ബഗ്ലിഹാറിന് പുറമെ സലാൽ ജലവൈദ്യുത പദ്ധതിയിലെ വെള്ളവും ഇന്ത്യയിലെ വിവിധ ആവശ്യങ്ങൾക്ക് കൂടുതലായി ഉപയോഗിക്കാനുള്ള ഹ്രസ്വകാല നടപടിയാണ് കേന്ദ്രം സ്വീകരിച്ചത്. ഝലം നദിയുടെ ഒഴുക്ക് കുറയ്ക്കാൻ കിഷൻഗംഗ അണക്കെട്ടിലും സമാനമായ നടപടി സ്വീകരിക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുകയാണ്. അഖ്നൂരിലും ജലനിരപ്പ് താഴ്ന്നു. തിരിച്ചടിക്ക് തയ്യാർ എന്നാണ് പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിനിടെ തുടർച്ചയായ 12ാം ദിവസവും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും നിയന്ത്രണ രേഖയ്ക്ക് സമീപത്ത് പ്രകോപനമുണ്ടായി. 8 ഇന്നും സൈനിക പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്തത്. ഇന്നലെ ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് സേനയെ അപമാനിക്കുന്ന തരത്തിൽ ചില പരാമർശങ്ങളുമായി രംഗത്ത് വന്നിരുന്നു. ഇതിൽ ചില ന്യായീകരണങ്ങൾ നടത്തുകയാണ് അദ്ദേഹം ഇപ്പോൾ. आप राफेल ले आए, नींबू मिर्च बांधकर खड़ी किए हुए हैं. ये किस जो लाए हैं उसका उपयोग कब होगा? कब आतंकवादियों को सफाया होगा? कब आतंकवाद को बढ़ावा देने वाले लोगों को सफाया करेंगे? മലേഷ്യൻ പ്രധാനമന്ത്രിയുമായുള്ള പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാദ് ഷരീഫിന്റെ ഫോൺ സംഭാഷണത്തിന് പിന്നാലെ പാകിസ്ഥാന് പരോക്ഷ പിന്തുണയുമായി മലേഷ്യ രംഗത്തെത്തി. സ്വതന്ത്ര അന്വേഷണത്തെ അനുകൂലിക്കുന്നുവെന്നും സഹായിക്കാൻ തയ്യാറാണ് എന്നും മലേഷ്യ വ്യക്തമാക്കി. പാകിസ്ഥാൻ നേരിടുന്ന പ്രശ്നങ്ങളിൽ ആശങ്കയുണ്ടെന്നും മലേഷ്യ പറഞ്ഞു. ജമ്മു കാശ്മീരിനെ ഇന്ത്യ അഡ്മിനിസ്ട്രേറ്റഡ് കാശ്മീർ എന്നാണ് മലേഷ്യ ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ വിശേഷിപ്പിക്കുന്നത്. അതിനിടെ ഇന്ത്യൻ സൈന്യം ഭീകരരുടെ ഒളിത്താവളം കണ്ടെത്തി. റെയ്ഡിനിടെ വസ്തുക്കളും ആയുധങ്ങളും അടക്കം പിടിച്ചെടുത്തിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.